എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ പ്ലാവിൻ്റെ കടയൊക്കെ നന്നാക്കി, കട എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണെന്നല്ലേ, പ്ലാവിൻ്റെ ചുവട് നന്നാക്കിയിട്ട് അതിന് വളങ്ങളൊക്കെ ചേർത്ത് വെട്ടി മൂടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആകെ ഒരു പ്ലാവുള്ളൂ, അതിനെ നമ്മൾ സംരക്ഷിക്കണം. എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു ചക്ക പറിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ പ്ലാവിൻ്റെ ചുവട്ടിൽ വളമൊക്കെ ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനത് അനുസരിക്കുകയാണ്. അപ്പോൾ ആദ്യം പ്ലാവിൻ്റെ ചുവട്ടിൽ നിറയെ ചപ്പും ചവറും കിടക്കുകയാണ്. അപ്പുറത്തെ പറമ്പിലൊക്കെ നിറയെ മരങ്ങളുണ്ട്, തേക്കൊക്കെയാണ് അധികം. അപ്പോൾ തേക്കലയൊക്കെ നിറഞ്ഞു കിടക്കുക. അപ്പോൾ ആദ്യമേ തന്നെ ചൂലുകൊണ്ട് ആ തേക്കലയൊക്കെ അടിച്ച് മാറ്റി കളഞ്ഞതിൻ്റെ ശേഷം പ്ലാവിൻ്റെ ചുവടൊന്ന് കൊത്തി ഇളക്കി ഒരു തടം എടുത്തു. എനിക്ക് പറ്റുന്ന പോലെ കേട്ടോ, എനിക്ക് അത്ര അധികമായിട്ടൊന്നും കൊത്താനൊന്നും പറ്റില്ല. അതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ 4 ഭാഗവും ഇളക്കി കൊത്തി തടം എടുത്തു. ഇനി അതിനകത്തേക്ക് കുറച്ച് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് തുടങ്ങണം കേട്ടോ. വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ വേപ്പും പിണ്ണാക്കും 1 കിലോ കുമ്മായമാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കണേ. എനിക്കിതിൻ്റെ കൃഷീൻ്റെ കറക്റ്റുള്ള അളവൊന്നും അറിയില്ല, എങ്കിലും ഞാൻ അത്യാവശ്യം ഒരു 3 വർഷമായ പ്ലാവാണിത്. അപ്പോൾ അതിനനുസരിച്ച് 1 കിലോ ചേർക്കണം കേട്ടോ. ആദ്യം അതിൻ്റെ 4 ഭാഗത്തോടെയും കടയിൽ നിന്ന് വിട്ടിട്ട് 1 കിലോ കുമ്മായം ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം കുമ്മായമാണല്ലോ മണ്ണിനോട് ചേർന്ന് കിടക്കേണ്ട സാധനം. കുമ്മായമാണെങ്കിൽ അതിനുള്ള വളമൊക്കെ വലിച്ചെടുക്കാൻ പ്ലാവിന് ശക്തി ഉണ്ടാവുള്ളൂ എന്നല്ലേ നമ്മൾ അറിയുന്നേ. അപ്പോൾ ആദ്യമേ കുമ്മായം ഇട്ട് കൊടുക്കുക. നേരത്തെ ഇടേണ്ടതാണ്, ഒരു 15 ദിവസം മുമ്പൊക്കെ കുമ്മായം ഇട്ട് ഉരുക്കി എൻ്റെ മേലെ നമ്മൾ വളം ഇട്ടാലാണിത് വളം പിടിക്കുക എന്നൊക്കെ പറയും. എന്തായാലും എനിക്കതിന് പറ്റിയില്ല. അപ്പം ഞാൻ ആദ്യം അടിഭാഗത്തായിട്ട് 1 കിലോ കുമ്മായം ഇട്ട് കൊടുക്കുക. 1 കിലോ ഒക്കെ ഇടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും ഇട്ട് കൊടുക്കുക. 6 മാസത്തിൽ 1 കിലോ ഒക്കെ വളപ്രയോഗം നടത്തണം, അങ്ങനെ ചെയ്യാറില്ല. ഒരു വർഷത്തിൽ ഒക്കെ 1 കിലോ ഒന്ന് ചെയ്യാറുള്ളൂ. അപ്പോൾ 1 കിലോ കുമ്മായം കുറച്ച് വിട്ടിട്ടാണ് ഇട്ടേക്കണേ. ഇനി നന്നായിട്ട് നനച്ച് കൊടുത്താൽ മതിയെന്ന് ഞാൻ വിചാരിക്കണം. എന്നിട്ട് ഇനി അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ്. അടിഭാഗത്തിടുന്നതാണല്ലോ, അപ്പോൾ കുറച്ച് മണ്ണ് തൂളി കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലായിട്ട് 1 കിലോ വേപ്പും പിണ്ണാക്കും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ വേപ്പും പിണ്ണാക്ക് നമുക്ക് കീടങ്ങളൊക്കെ ഒഴിവാക്കാൻ കിട്ടാൻ നല്ലതാണ്. ഇനിയിപ്പോൾ വേനൽക്കാലമാണ്, നനച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കീടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഞാനിനി അതിനകത്തേക്ക് വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ചാണകപ്പൊടിയാണ് നമ്മുടെ കാലിവളം, അത് ഒരു 2-3 കൊട്ട ഇടുന്നുണ്ട് കേട്ടോ. ചാക്കിൽ ഇത്രയേ ഉള്ളൂ, ബാക്കി ഞാൻ വേറെ ചാക്കിൽ നിന്ന് എടുത്തിട്ട് നിറച്ച് ഇട്ടിട്ടുണ്ട്. ഒരു 3-4 കൊട്ട ചാണകപ്പൊടി വിട്ടിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് മണ്ണിട്ട് അതിൻ്റെ മൂടി, പിന്നെ അതിൻ്റെ മേലേക്ക് അതിന് തണുത്ത വെള്ളം നനച്ച് കൊടുക്കുകയാണ്. ചൂടല്ലേ, അപ്പോൾ ഇനി പ്ലാവിൽ ചക്കയുള്ളതുമാണ്. അപ്പോൾ ചൂടോട് കൂടിയിട്ട് വളമൊക്കെ ഇട്ടിട്ട് വെള്ള ചക്ക പോയാലോ, അതുകൊണ്ട് നല്ലോണം തണുക്ക ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൈപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഒഴിക്കുന്നത്. പൈപ്പ് എത്തൂല, പൈപ്പിന് നീളമില്ല, കാരണം കുറച്ച് പൈപ്പിൽ നിന്ന് എടുത്തിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതിന് ഇത് നല്ലോണം കുറച്ച് ദിവസം നനച്ച് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഇവിടുന്ന് മാറ്റിയിട്ട് ചപ്പും ചവറുകളും മുഴുവൻ അടിച്ച് അതിൻ്റെ മേലെ കൂട്ടി നമ്മൾ പൊതയിടുക. അപ്പോൾ പെട്ടെന്ന് വെയിലൊക്കെ അതിൻ്റെ കടയിലേക്ക് എത്തൂലല്ലോ, നനച്ച് കൊടുത്താലും നനവൊക്കെ കിട്ടുമല്ലോ. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പ്ലാവിൻ്റെ ചുവട്ടിൽ വളമൊക്കെ ഇട്ട് മൂടിയത്. കോഴികളൊക്കെ തിരഞ്ഞ് കളയുന്നതുകൊണ്ടാണ് ഈ ചപ്പും ചവറുമൊക്കെ പിന്നെയും മാറിപ്പോകും. പിന്നെ അതിൻ്റെ മേലെ എന്തെങ്കിലും വാഴത്തടിയൊക്കെ വെട്ടി വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ബായ്.